വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ്. ഈ ഒരു ഏരിയയെ നോക്കിയാൽ കാണാം, ഇന്നലെയും ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറി പോകുന്നുണ്ട്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തു വെക്കുന്നുണ്ട് സപ്പോർട്ടായിട്ട്. അതുപോലെ ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ലെവലാണ് റെസിസ്റ്റൻസ് ഏരിയ വരുന്നത്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെയും മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നു നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയനെയും മാർക്ക് ചെയ്യുന്നിടുന്നുണ്ട്. ഇനി നമുക്ക് കൂടുതൽ അനാലിസിസിന് വേണ്ടിയിട്ട് 1 അവറിന്റെ ചാർട്ടിലോട്ട് പോവാം. 1 അവറിന്റെ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും, നല്ല രീതിയിലൊരു സപ്പോർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ട്രേഡ് റൂട്ടിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു പുതിയ സ്ട്രാറ്റജിയാണ് ഇത്. നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധിച്ച ഒരു സ്ട്രാറ്റജിയാണിത്. ആ ഒരു ലെവലിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ആ ലെവലിനെ അടയാളപ്പെടുത്തുന്ന സമയത്ത് വൺ ഡേയിൽ ഉള്ള സപ്പോർട്ടിനെ ഒന്ന് റിഫൈൻ ചെയ്യുന്നുണ്ട്, താഴോട്ടേക്ക് ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 1 അവറിന്റെ. ഇവിടെയും മൾട്ടിപ്പിൾ ടൈം വന്ന മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തതാണ്. ഈ ഒരു പാറ്റേണും ട്രേഡ് റൂട്ടിന്റെ K2K സ്ട്രാറ്റജി പ്രകാരം നല്ല പ്രോഫിറ്റ് തന്നൊരു പാറ്റേൺ ആണ്. അതിനെയും അടയാളപ്പെടുത്തുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിൽ നോക്കിയാൽ കാണാം, മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഹിറ്റ് ചെയ്ത് ഒരു ലെവലാണ്. അപ്പൊ ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ട് മാർക്കറ്റ് ഒന്ന് ഹിറ്റ് ചെയ്ത് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ആക്ച്വലി ഒരു ചെറിയൊരു ട്രേഡ് ഇവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്. 50 മിനിറ്റ്സിന്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ലെവലിൽ നിന്നിട്ട് എടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെ എത്തേണ്ടതാണ്. ചെറിയൊരു ടാർഗറ്റ് നമുക്ക് കിട്ടേണ്ടതാണ്. എന്തായാലും അത് മിസ്സായി പോയിട്ടുണ്ട്. 50 മിനിറ്റ്സിൽ കൃത്യമായ ഒരു എൻട്രി ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലായതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഒരു എൻട്രി സാധ്യത അല്ലെങ്കിൽ ഒരു മുകളിലോട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് വരണം. വന്നതിന് ശേഷം ഒരു പക്ഷെ ബ്രേക്ക്ഔട്ട് തന്ന് ഒരു മൊമെന്റ് തന്നിട്ട് ഒരു ചെറിയ ഒരു കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം. ആ ഒരു എൻട്രി എന്ന് പറയുന്നത് ഏറെക്കുറെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന പോലെ 96,800 വരെ വരാനുള്ള സാധ്യത ഉണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ടാർഗറ്റ് വരിക മിക്കവാറും 1 ലാഖിലേക്കായിരിക്കും. അതൊരു പക്ഷെ ഇന്ന് വരുമെന്നൊന്നും അല്ല പറയുന്നത്, അടുത്ത് തന്നെ വിദൂരമല്ലാത്ത സമയത്ത് തന്നെ അത് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇനി ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് 50 മിനിറ്റ്സിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഒരുപക്ഷെ ഇവിടെ നിന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ, ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഇവിടം വരെ ഒരു സെൽ എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരു ടൈറ്റ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ സെൽ എൻട്രി വല്ലാണ്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നോക്കിയാൽ കാണാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് നല്ല സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ താഴോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറി പോകാനായിരിക്കും. അപ്പോൾ നല്ലൊരു സോണിലോട്ട്, ഈ പറയുന്ന സോണിലോട്ടൊക്കെ മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രി തന്നെ നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ വലിയൊരു വീഴ്ച വേണം. ആ വലിയൊരു വീഴ്ച എന്ന് പറയുന്നത് ഈ ഒരു സോണിന്റെ താഴോട്ടേക്ക് ആയിരിക്കണം. വലിയൊരു വീഴ്ച എന്ന് പറയുന്നത് ആ സോണിന്റെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആണ് പിന്നൊരു സെൽ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ 91,800 വരെ മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ BTCയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കീ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്തതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും നല്ലൊരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കുന്ന സമയത്ത് നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. കാരണം സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ
ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.